ജയരാമേട്ടനെ അങ്ങനെ കാടടച്ചു വെടിവെക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ട് പറയണം. എന്റെ അമ്മ ഒഴികെ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായി കാണുമല്ലോ. ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആ പാവം ചിന്നു പോലീസ് കസ്റ്റഡിയിൽ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. ലോ കോളേജിൽ മിടുക്കിയായിട്ട് പഠിച്ചോണ്ടിരുന്നവളാ. നല്ലൊരു ഭാവിയുള്ള കുട്ടിയായിരുന്നു അവള്. അനാവശ്യമായ സംശയങ്ങളിൽ ആ പാവത്തിനെ പെടുത്തി അവളുടെ ഭാവി തകർത്തപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞത്? രമേശി വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവളല്ലേ അവള്. രമേശിയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം. ആ രമേശിക്ക് ദോഷം വരത്തക്ക രീതിയിൽ കണ്ണേറ് നടത്തിയ പോലും അവളെ കൊല്ലണം. ഭദ്രേട്ടൻ അവിടെ കിടന്ന് ചങ്കുപൊട്ടിക്കറിയാ. അത് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഭദ്രേട്ടന്റെ കയ്യിലെങ്ങാൻ അവളെ കിട്ടിയ ഭദ്രേട്ടൻ കൊന്നിട്ട് ജയിലിൽ പോവും. കൂടെ പറപ്പെന്ന് വെച്ചാലേ അങ്ങനെ ചാവും. അങ്ങേർക്കുള്ള പകുതി സ്നേഹമെങ്കിലും സ്വന്തം ഭാര്യയോട് ജയരാമേട്ടൻ കാണിക്കണ്ടേ? ഇപ്പോഴും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത അവളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത ജയരാമേട്ടന് സങ്കടം. ഇനിയുള്ള അവളുടെ ജീവിതം ജയിലിനുള്ളിൽ കടന്ന് നരകിക്കണം. നാശം പിടിച്ചവള്. ഇഷ്ടമില്ലാത്തവരെ എല്ലാം അവർക്കെതിരെ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും തൂക്കിക്കൊല്ലാൻ നടക്കുന്ന കുറെ മജിസ്ട്രേറ്റുമാര്. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തം ഭാര്യ ആരെങ്കിലും വെറുതെ ഒന്നും നോക്കിയാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ ഭാര്യയെ കൊല്ലാൻ നോക്കിയവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ ആരുടെയും പക്ഷം പിടിക്കാറില്ല. ന്യായത്തിന്റെ പക്ഷം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇവിടെ മരണത്തിന് മുഖാമുഖം കണ്ടു കിടക്കുന്നത് എന്റെ ഭാര്യ. അവൾ അനുഭവിച്ച അതേ വേദന മനസ്സുകൊണ്ട് ഞാനും അനുഭവിച്ചതാ. എനിക്കെന്റെ രമയെ അത്രയ്ക്ക് ഇഷ്ടമാ. പക്ഷേ ഇവളിതെല്ലാം അനുഭവിച്ചതിന്റെ പേരിൽ നിരപരാധിയായ ഒരു പെൺകുട്ടി ശിക്ഷിക്കപ്പെടരുത്. അവൾ ഒരു കൊലപാതകയല്ല. അതിനുള്ള മനസ്സും അവക്കില്ല. ഒരു പെണ്ണിന്റെയും കണ്ണീരിന്റെ ശാപം എന്റെ ഭാര്യ അനുഭവിക്കേണ്ടി വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ പിന്നെ രമാമായിക്ക് വിഷം കൊടുത്തത് ആരാ? ആരായാലും അത് ചിന്നു ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ രമേശിയോട് ആരാ ഈ കടുങ്കൈ ചെയ്തത്? അത് ആര് വേണമെങ്കിലും ആവാം. എല്ലാവർക്കും അവരുടേതായ പരാതികൾ രമയ്ക്കെതിരെ ഉണ്ടായിരുന്നല്ലോ. ജയരാമേട്ടനെ അങ്ങനെ കാടടച്ചു വെടിവെക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ട് പറയണം. എന്റെ അമ്മ ഒഴികെ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് സംശയമുണ്ട്. നീലിമ പറഞ്ഞില്ലേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. കുടിക്കും. എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തത് ആരായാലും അത് ഞാൻ കണ്ടെത്തിയിരിക്കും. അവിടെ പിന്നെ അളിയനെന്നോ മച്ചമ്പിയെന്നോ മരുമോളെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ഈ പൂങ്കണ്ണീരും പൂമ്പഴം പോലത്തെ മുഖമൊന്നും ഇവിടെ ഏൽക്കില്ല. മര്യാദയ്ക്ക് നടന്ന കാര്യങ്ങൾ പറയും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വിഷം ഓട്ടോ പിടിച്ചു വന്ന് രമാദേവിയുടെ ഉള്ളിൽ കയറിയതാണോടി? രമാമേടത്തിന് ജ്യൂസ് കൊടുത്തത് ഞാനാ. പക്ഷെ അതില് വിഷം എങ്ങനെ കലർന്നു എനിക്ക് അറിയില്ല. എങ്കിൽ ശരി പോട്ടെ. നീയല്ല രമാമേടത്തിന് വിഷം കൊടുത്തത്? അല്ല. പിന്നെ വേറെ ആരായിരിക്കും ആ വീട്ടില് രമാമേടത്തിന് വിഷം കൊടുക്കാൻ സാധ്യത? അതെനിക്ക് അറിയില്ല. അവിടെ ഇതുവരെ ആരും അങ്ങനെ ചെയ്തതാ എനിക്കറിയില്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് രമാ മാഡം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നാണോ? അതിനുള്ള സാധ്യതയില്ല.
രമ മാഡത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ദേ ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കേണ്ട രീതി ചോദിച്ചാലേ ഇവള് മൊഴിയും. എന്റെ രീതികളൊന്നും നിനക്കറിയില്ല. ഞാൻ 3-ാം മുറയുടെ ആശാത്തിയാ. എന്താടോ സർ, ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. പാടോ. പരമാവധി സാറിനോട് സഹകരിച്ച ആളാ ഞാൻ. എൻ്റെ ഒരു LLB സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത്. അവള് നിങ്ങളുടെ സ്റ്റുഡന്റ് മാത്രമല്ല, നിങ്ങളുടെ അമ്മയെ കൊല്ലാൻ നോക്കിയവളും കൂടിയാ. അത് മറക്കരുത്. അത് സാറിൻ്റെ വെറും സംശയം മാത്രമല്ലേ? എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന് തെളിവൊന്നുമില്ലല്ലോ. കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന ആളുകളെ ബിരിയാണി കൊടുത്ത് സൽക്കരിച്ച തെളിവുകൾ കിട്ടില്ല. തെളിവുകൾ കിട്ടണമെങ്കിൽ ചോദ്യം ചെയ്യണം. അതിന്റെ പ്രോസസ്സാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്രൂരമായി ചോദ്യം ചെയ്യുന്നത് എവിടുത്തെ ന്യായമാ സാറേ? നിങ്ങളെല്ലാവരും കൂടി അടിച്ചും തുഴിച്ചും ചെയ്യാത്ത തെറ്റുകളെല്ലാം അവളെ കൊണ്ട് സമ്മതിപ്പിക്കുമായിരിക്കും. അങ്ങനെ തെളിവുണ്ടാക്കി കേസ് തെളിയിക്കുന്നതിലും ഭേദം ഈ പണിയൊക്കെ രാജിവെച്ച് വല്ല ഗുണ്ടാപ്പണിക്ക് പോയിക്കൂടെ സാറേ? എടോ കോപ്പേ, താനൊരു അധ്യാപകനാണെന്ന് കരുതിയാ തന്നോട് ഞാൻ മാന്യമായി സംസാരിച്ചത്. പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിയാമെന്ന് എന്റെ ഭാവം മാറും. ഇത് നിങ്ങളുടെ കോളേജല്ല, എന്റെ സ്റ്റേഷനാ. ഇവിടെ നിങ്ങൾ പറയുന്നതല്ല, ഞാൻ പറയുന്നതാ ന്യായം, ഞാൻ പറയുന്നതാ നിയമം. അതൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ പോയി പറഞ്ഞാൽ മതി സാറേ. ഞാനൊരു വക്കീലാ. ഒരു വക്കീലിനെ നിയമം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കോടതിയിൽ ധരിക്കുന്ന കറുപ്പിനോളം വിലയില്ല നിങ്ങളുടെ ഈ കാക്കിക്ക്. അതുകൊണ്ട് വലിയ അഭ്യാസങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട. ഓ, ഡ്യൂട്ടി സമയത്ത് ഭീഷണിപ്പെടുത്താൻ വന്നതാണോ? എന്റെ സ്റ്റേഷനിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ വക്കീലോ ജഡ്ജിയാണെന്നൊന്നും ഞാൻ നോക്കിയാല. അകത്തെടുത്തിട്ട് ചവിട്ടും ഞാൻ. ഇപ്പോ അകത്ത് കിടക്കുന്ന കല്യാണിയോട് കാണിക്കുന്നത് പോലെയുള്ള 3-ാം മുറിയായിരിക്കും സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതൊക്കെ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഉപയോഗിച്ചതാ. ഇന്നേ ആ കാടൻ ശിക്ഷാ നടപടികളൊക്കെ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം. എടാ കൊച്ചനെ, നിനക്ക് 3-ാം മുറ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? പുറത്തൊരടയാളം പോലും കാണാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പ്രതിയുടെ ആന്തരികാവയവങ്ങൾ പോലും ഞങ്ങൾ ഇടിച്ചു പൊളിക്കും. അതുകൊണ്ട് വെറുതെ വേഷം കെട്ടാൻ നിൽക്കണ്ട.